ഒരു മെറ്റൽ പ്ലേറ്റിൽ താപവിതരണ സിമുലേഷൻ. ഇന്ന് ഒരു മെറ്റൽ പ്ലേറ്റിന്റെ വിവിധ വശങ്ങളിൽ വ്യത്യസ്ത താപനിലകൾ പ്രയോഗിക്കുമ്പോൾ താപം എങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നു എന്ന് പര്യവേക്ഷണം ചെയ്യാൻ പോകുന്നു. ഈ സിമുലേഷൻ താപം എങ്ങനെ ഒഴുകുന്നു, കൂടാതെ താപനിലയിൽ സമയത്തിനനുസരിച്ച് എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഇത് നമ്മെ സഹായിക്കും. പരീക്ഷണത്തിന്റെ സജ്ജീകരണം. ഒരു ചതുരാകൃതിയിലുള്ള മെറ്റൽ പ്ലേറ്റ് എന്ന് സങ്കൽപ്പിക്കുക. ഈ പ്ലേറ്റിന്റെ വിവിധ വശങ്ങളിൽ വ്യത്യസ്ത താപനിലകൾ പ്രയോഗിച്ച് താപം എങ്ങനെ പടരുന്നു എന്ന് നിരീക്ഷിക്കാം. ഇങ്ങനെയാണ് ഞങ്ങൾ ഇത് സജ്ജീകരിക്കുന്നത്. മുകൾ ഭാഗം ഇത് ഉയർന്ന താപനിലയിലേക്ക് സജ്ജീകരിക്കാം, ഉദാഹരണത്തിന് 100 ഡിഗ്രി സെൽഷ്യസ്. താഴെയുള്ള ഭാഗം ഇത് താഴ്ന്ന താപനിലയിലേക്ക് സജ്ജീകരിക്കാം, ഏകദേശം 50 ഡിഗ്രി സെൽഷ്യസ്. ഇടത് ഭാഗം ഈ ഭാഗം 75 ഡിഗ്രി സെൽഷ്യസിലേക്ക് സജ്ജീകരിക്കാം. വലത് ഭാഗം ഈ ഭാഗം മുറി താപനിലയിൽ വിടാം, ഏകദേശം 25 ഡിഗ്രി സെൽഷ്യസ്. താപവിതരണം നിരീക്ഷിക്കുന്നു. ഈ താപനിലകൾ പ്രയോഗിച്ചതിന് ശേഷം താപം ചൂടുള്ള വശങ്ങളിൽ നിന്ന് തണുത്ത വശങ്ങളിലേക്ക് ഒഴുകാൻ തുടങ്ങും. ഇതാണ് സംഭവിക്കുന്നത്. 1. പ്രാരംഭഘട്ടം. ആദ്യം ചൂടുള്ള വശങ്ങൾ മുകൾ ഭാഗവും ഇടത് ഭാഗവും അടുത്തുള്ള പ്രദേശങ്ങൾ വേഗത്തിൽ ചൂടാകും, തണുത്ത വശങ്ങൾ അടുത്തുള്ള പ്രദേശങ്ങൾ താരതമ്യേന തണുത്തതായി തുടരും. 2. താപപ്രവാഹം. താപം മുകൾ ഭാഗത്തുനിന്നും ഇടത് ഭാഗത്തുനിന്നും പ്ലേറ്റിന്റെ മധ്യഭാഗത്തേക്ക് പടരാൻ തുടങ്ങും. അതേസമയം തണുത്ത വശങ്ങൾ ഈ താപത്തിന്റെ ഒരു ഭാഗം ആഗിരണം ചെയ്യും, അവയുടെ താപനില ക്രമേണ ഉയരും. 3. സ്ഥിരാവസ്ഥ. സമയം കഴിയുന്തോറും പ്ലേറ്റിലുടനീളമുള്ള താപനില സ്ഥിരമാകാൻ തുടങ്ങും. പ്ലേറ്റിന്റെ മധ്യഭാഗം ഏറ്റവും ഉയർന്നതും താഴ്ന്നതുമായ താപനിലകൾക്കിടയിലുള്ള ഒരു സന്തുലിത താപനിലയിലെത്തും. പ്രധാന നിരീക്ഷണങ്ങൾ. താപനില ഗ്രേഡിയന്റ്. താപനിലയിലെ മാറ്റങ്ങൾ ഏകീകൃതമല്ലെന്ന് നിങ്ങൾ ശ്രദ്ധിക്കും. ചൂടുള്ള വശങ്ങൾക്ക് അടുത്തുള്ള പ്രദേശങ്ങൾ ചൂടുള്ളതായിരിക്കും, തണുത്ത വശങ്ങൾക്ക് അടുത്തുള്ള പ്രദേശങ്ങൾ തണുത്തതായിരിക്കും. ഇത് പ്ലേറ്റിലുടനീളം ഒരു താപനില ഗ്രേഡിയന്റ് സൃഷ്ടിക്കുന്നു. താപ കൈമാറ്റം. താപ കൈമാറ്റം കണ്ടക്ഷൻ വഴിയാണ് സംഭവിക്കുന്നത്, കാരണം മെറ്റൽ പ്ലേറ്റ് താപത്തെ ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിൽ നിന്ന് താഴ്ന്ന താപനിലയുള്ള പ്രദേശങ്ങളിലേക്ക് നീങ്ങാൻ അനുവദിക്കുന്നു. താപ സന്തുലിതാവസ്ഥ. ഒടുവിൽ പ്ലേറ്റ് താപ സന്തുലിതാവസ്ഥയിലെത്തും, അതായത് താപവിതരണം സ്ഥിരമാകുകയും കൂടുതൽ മാറ്റങ്ങൾ സംഭവിക്കാതിരിക്കുകയും ചെയ്യും. ഇത് എന്തുകൊണ്ട് പ്രധാനമാണ്? മെറ്റൽ പ്ലേറ്റുകൾ പോലുള്ള മെറ്റീരിയലുകളിലെ താപവിതരണം മനസ്സിലാക്കുന്നത് നിരവധി യഥാർത്ഥ ലോക ആപ്ലിക്കേഷനുകൾക്ക് വളരെ പ്രധാനമാണ്. ഉദാഹരണത്തിന് എഞ്ചിനീയറിംഗ്. താപം ഫലപ്രദമായി നിയന്ത്രിക്കുന്ന ഹീറ്റ് സിങ്കുകൾ, എഞ്ചിനുകൾ തുടങ്ങിയ സിസ്റ്റങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിന്. കൺസ്ട്രക്ഷൻ. താപനില വ്യതിയാനങ്ങൾ കെടുതിയില്ലാതെ കൈകാര്യം ചെയ്യാൻ കെട്ടിടങ്ങളും ഘടനകളും ഉറപ്പാക്കുന്നതിന്. മാനുഫാക്ചറിംഗ്. വെൽഡിംഗ് അല്ലെങ്കിൽ കാസ്റ്റിംഗ് പോലുള്ള പ്രക്രിയകൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിന് ഇവിടെ താപനിയന്ത്രണം വളരെ പ്രധാനമാണ്. ഉപസംഹാരം. ഈ സിമുലേഷൻ ഒരു മെറ്റൽ പ്ലേറ്റിന്റെ വിവിധ വശങ്ങളിൽ വ്യത്യസ്ത താപനിലകൾ പ്രയോഗിക്കുമ്പോൾ താപം എങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നു എന്ന് കാണിക്കുന്നു. താപനിലയിലെ മാറ്റങ്ങളും താപപ്രവാഹവും നിരീക്ഷിക്കുന്നതിലൂടെ താപചാലകത മനസ്സിലാക്കാനും താപം കൂടുതൽ കാര്യക്ഷമമായി നിയന്ത്രിക്കുന്ന സിസ്റ്റങ്ങൾ രൂപകൽപ്പന ചെയ്യാനും നമുക്ക് സഹായിക്കും.